ബഷീറാക്ക, നമ്മളിപ്പോ പോണ്ട എടുക്കാൻ നിങ്ങൾക്ക് അറിയോ? ആസ്പത്രിക്കാണ്. നിങ്ങളവിടെ മര്യാദക്ക് നിക്കണം കേട്ടോ. ഓൽക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കരുത്. ഞാനും മുജീബൊക്കെ ഇടക്കിടക്ക് വന്നക്കാണ്ട് നിങ്ങളെ നോക്കിക്കാണ്ട് പോരുള്ളൂ. നിങ്ങളെ കാര്യങ്ങളൊക്കെ നോക്കാൻ അവിടെ ആളുണ്ടാവും കേട്ടോ. തിരിവ് പറഞ്ഞു പറ്റിയില്ല, അതേപോലെ ചെയ്യപ്പോ എന്താ ചെയ്യണം കേട്ടോ. എന്നെങ്കിലേ മാറിയിട്ട് നമ്മക്കേ പെട്ടെന്ന് മാറി ഒന്ന് പോരും ചോദിച്ചാ കേട്ടോ. ഫിറോസ് വന്നിട്ടുണ്ടാവൂലേ? വണ്ടി അവനോട് വണ്ടിയുടെ കൂടെ നിർത്താൻ പറഞ്ഞിരുന്നു ഞാൻ. ഒരു ഓർമ്മ വെക്ക ബഷീറാക്ക കേറി കണ്ടു കയറി ചെയ്തോടെ. താരോട്ടണ്ട. ഓന്റെ ആധാർ കാർഡൊക്കെ എടുത്തേക്കണോ? അതൊക്കെ ഉണ്ട്, ഇതിലുണ്ട്. പിന്നെ ഡ്രസ്സുകളോ? അത്യാവശ്യമുള്ളതൊക്കെ അതിലുണ്ട്. ഉണ്ടല്ലേ? നമ്മളോട് പോയാലോ? ആയിക്കോട്ടെ. അൽബാക്ക വിളിച്ചിക്കാണ്ടല്ലേ എപ്പടാക്കിക്കണു പറഞ്ഞു. അവിടെ ചെന്നാ മതിയായിരുന്നു. അവിടെ നമുക്കിപ്പോ എന്തെങ്കിലും അവിടെ കൊടുക്കേണ്ടി വരുമോ? ഇല്ല, അതിപ്പോ അൽബാക്കേ എപ്പടായിക്കോളാം പറഞ്ഞോളാം. നമ്മൾ ചെന്നാ മതി. ആയിക്കോട്ടെ. നമ്മൾ പോയാലോ? ഉണ്ടോ? ഇമ്മ വണ്ടി എടുത്തോ. കാക്കാ, കാക്കാ, നാണിയെ ഇങ്ങോട്ട് കേറിയിരിക്കേ. കാക്കോടുണ്ട്. കാക്കച്ച് നമ്മളെ ബഷീറാക്കാന്റെ വല്ല കാര്യം അറിയണ്ടോ? എന്ത്? ആ ഷെരീഫ് മുജീബാക്കിയോട് കോഴിക്കോട് ഏതൊരു ഹോസ്പിറ്റലിൽ കൊണ്ടേക്കാട് അഡ്മിറ്റ് ആക്കി. അന്ന് ഒരു ദിവസം ഇവിടെ മദ്യം പറയാൻ വന്ന അൽബില്ലേ, ഓനും അതിന്റെ ബാക്കിലുണ്ട്. ഈ ഷെരീഫിന് കൊടുത്ത പണിയൊന്നും പോരെ. ഈ മുജീബാക്കും ഷെരീഫിനൊക്കെ എന്തിന്റെ കേടാ? ഇതിപ്പോ ഞമ്മക്കിപ്പോ ഒരു പണിയാവല്ലോ. ഇപ്പൊ നമുക്കിപ്പോ ഇത് നമ്മളെ കാരണോലെയാണ് ഓര് കൊണ്ടുപോയിക്കണത്. നമുക്ക് പോലീസ് പോയിക്കാണ്ട് വല്ല പരാതി പറയാൻ പറ്റുമോ? അവിടെ വല്ല കാര്യം ഉണ്ടാവുമോ? കുടിച്ചോ? ഞാൻ കുടിച്ചു. കേസും പുൽമാനൊന്നും ശരിയാവില്ല. ഇതൊക്കെ നമ്മക്ക് തിരിച്ചടിയാവും. എന്റെ ടെൻഷൻ ആദ്യം അതല്ല. ഓനെങ്ങാനും സുഖമായി വന്നാൽ പിന്നെ ചില പ്രശ്നങ്ങളൊക്കെ മനസ്സിലായല്ലോ. അതാണ് ഞാൻ ആലോചിച്ച് നോക്കണത്. നിങ്ങളിങ്ങനെ ഇവിടെ കുത്തിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ രണ്ടാളും കൂടി പോയാണ്ട് എവിടെ പോയി അന്വേഷിക്കൊക്കെ ചെയ്യേ. അല്ലാതെ ഇവിടെ ഇങ്ങനെ കുത്തിരുന്നാണ്ട് ഇങ്ങനെ രണ്ടാളും ചർച്ച ചെയ്തിട്ട് കാര്യമുള്ളത്. താത്ത പറഞ്ഞ തന്നെയാണ് അതിന്റെ കാര്യം. ഞാനും ആളിപ്പോ ഈ കാര്യം ചർച്ച ചെയ്തിട്ടുള്ളൂ വരെയും. ഇപ്പൊ സംഭവം നമ്മള് നിരീക്ഷണത്തിൽ ഇങ്ങനെ ആ ഭാഗത്തൊക്കെ ഒന്ന് നമ്മൾ പോണം. ഏത് ഹോസ്പിറ്റലാന്നൊക്കെ നമുക്ക് അന്വേഷിച്ചാൽ കിട്ടുമല്ലോ. പുറത്തെവിടെയും എങ്ങനെയും അന്വേഷിച്ചിട്ടേ ആ ഹോസ്പിറ്റലിന്റെ അടുത്തൊന്ന് പോയി ചുറ്റിപ്പറ്റി നിൽക്കുന്നതിൽ വേറൊരു കാര്യമുണ്ട്. പറ്റണേ നമുക്കും കൊണ്ടുവരാലോ. നോക്കാം. കുഞ്ഞാപ്പോ ശരിഫാക്ക ഞാൻ 2 ദിവസം ഉണ്ടാവില്ല. നാളെ രാവിലെ തന്നെ പണിക്കൊന്നുണ്ട്. പിന്നെ അനക്കിന്റെ താമിന്റെ ഏരിയയിൽ മുങ്ങി കളിക്കല്. ഒരു ദിവസം വന്ന് 4 ദിവസം മുങ്ങലാന്റെ സ്ഥിരം പതിവാക്ക് നിർത്തികളഞ്ഞേ. ഞാൻ പണിക്ക് വരും. ഞാൻ മുങ്ങൊന്നുമില്ല. പീടിയിലൊക്കെ കുറെ പൈസ കൊടുക്കാണ്ട് പണിക്ക് വന്നിട്ട് പെണ്ണുങ്ങൾ ഇന്നെ ചീത്താറയും. അല്ല ശരീഫാക്ക എന്താ 2 ദിവസം? ശരിഫാക്കൊക്കെ എന്താ പ്രശ്നമുണ്ട്? എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അയാളെ മോൻ എന്താ കോളേജിൽ എന്താ ഉടായ്പ ചെയ്തേക്കണോ? എന്തൊക്കെ സീരിയസ് ആണെന്ന് തോന്നുന്നു. കുറച്ചാണ് സാധിക്കാനുള്ള ഇവർക്കൊന്ന് മുങ്ങ സാധിക്ക താമരപ്പോ പറഞ്ഞത് പൈസ തരാന്നല്ലോ. അതാ താഴ്ച കാര്യങ്ങളോ? ഇന്നിന്റെ പൈസ വാങ്ങിയിട്ട് ഞാൻ പോവുള്ളൂ. അളവാക്കാൻ 2 മണിക്കൂർ 500 മണിക്കൂർ വെള്ളം വെക്കണോ? ആദ്യം കായ്ക്കാൻ തീരുമാനാക്ക്. സാധിക്കോ കഥ അന്ന് 500 മുങ്ങിയാലേ ആ പൈസ അടിക്ക സാധിക്ക. ഇന്നലെ എന്റെ അടുത്ത് പൈസ ഉണ്ടായി നടക്ക് തരാനുള്ള പൈസ ഞാൻ എന്നെ കുറെ തെരഞ്ഞു അങ്ങാടിയിലൊക്കെ. ഇനിയിപ്പോ ഒരു 4 ദിവസം കഴിഞ്ഞാൽ ഈ ചീരൊക്കെ വെട്ടാണ്. ആ വെട്ടാന്റെ പൈസ ഉണ്ട്. ഞങ്ങൾക്ക് എന്റെ വിശ്വാസത്തിൽ ഞാൻ കുഞ്ഞാലാക്കാതെ പച്ചക്കറി കടയിൽ പോയി കാട് വാങ്ങിക്കോ. എന്റെ പേര് പറഞ്ഞു ഞാൻ ഇതൊക്കെ അവിടെ കൊടുക്കല് കേട്ടോ. ജയിച്ചല്ലേ കുഞ്ഞാപ്പൂജി പറഞ്ഞു കേട്ടില്ലപ്പോ. ഞാൻ ഒരു കാര്യം പറഞ്ഞതാ. 4 ദിവസം കൂടെ ഇജ്ജ് പറഞ്ഞ ഡേറ്റ് അതിന്റെ ഒരു തന്നിട്ടില്ലെങ്കിലേ ജേതാ കുഞ്ഞാക്കാൻ ആ കാര്യം എനിക്കറിയണ്ട. ഇന്റെ പോകൻ നല്ല കാര്യമാണ്. ഇന്റെ പോകൻ ഇജ്ജ് നേരിട്ട് തരേണ്ടി വരും. എന്താ എനിക്ക് പറയണേല്? ശരി പറഞ്ഞു തരാം.
ആ ഫിറോസേ വാ. ആ താമേ എത്താ ഇവിടെ ഇരിക്കുന്നു? പണിക്കോൻ പോയിട്ടില്ല? ആ ഫിറോസെ കുറച്ചു നേരത്തെ ലോക്കൽ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് ഇങ്ങനെ വന്നിരിക്കുക. ഞാനേ ഒരു കല്യാണം പാക്കണ നീലഗിരി പാക്കണ എന്ന സ്ഥലത്ത് നമ്മള് ഒരു കൂട്ടുകാരുണ്ട് ഉസ്മായില്, അവന്റെ കല്യാണമാണ്. അപ്പൊ അതിനുള്ള പൈസ ഒന്ന് വൈകുന്നേരം പോകുമ്പോൾ അതിന് പൈസ ഒക്കെ ഇങ്ങനെ നടക്കുക. ഞാൻ്റെ അടുത്ത് പൈസ ഉണ്ടെങ്കിൽ 1000 റുപ്യ അടിക്കുക. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് തരുന്നത്. പൊന്നാര ചങ്ങായ നല്ല തണ്ടും തരം എനിക്കുണ്ട്, വല്ല പണിക്കും പോയി കൂടെ. എന്നാ ഇങ്ങനെ കാണലൊക്കെ നിരക്കാൻ നിൽക്കണ്ടല്ലോ. ഇങ്ങനെ ഈ ലോട്ടറി അടിച്ചു നമ്മളിങ്ങനെ കാത്തുക. പുറത്ത് കാക്കാനെ പറ്റിച്ചേക്കണു, ലോട്ടറി 5000 അടിച്ചു നടക്കാണ്ട് ഡേറ്റ് ആയിട്ട് ഞാൻ അറിഞ്ഞേക്കണു. തനക്കാലേ എന്റെ ഉടായ്പ എന്നെ കിട്ടൂല. ഇജ്ജ് വേറെ ആരാച്ച നോക്കിക്കോ. ഈ പണിക്കോ എനിക്ക് ഇങ്ങനെ തോന്നേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ പോകണം, എന്നെ കിട്ടുന്ന എന്റെ ഈ പരിപാടിക്ക്. ആ ഫിറോസെ എന്താ താമിനേറ്റ് വർത്തമാനം പറഞ്ഞു നിന്റെ എന്തേലും തോണ്ടിയോ? ഓനെ പണിക്കൊന്നും പോവാതെ 500 കൊണ്ട് 1000 കൊണ്ട് വെച്ചോണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കുക. എല്ലാരും പറ്റിച്ചിട്ടേ ഇന്നെ പറ്റിച്ചാൽ നോക്കിയതാണ്. അതിന് വേറെ ആളോട് നോക്കേണ്ടി വരും. ഇന്നാ പരിപാടി കിട്ടൂല. ഫിറോസെ അതേതായാലും നന്നായി. സാധിക്കിന്റെ അടുത്ത് 500 റുപ്യ വേണ്ടി കുറെ ദിവസമായി. അപ്പൊ ഞങ്ങള് അതിന് പോയിന്റ് വരുമ്പോണ്ട് താമിയുടെ വക്കത്തെ ചീരാൻക്കുണ്ട്. താമിക്ക് പോയപ്പോഴത്തെ ചീര അതാ പീഡക്കാരൻ കുഞ്ഞാലേക്കും മുട്ടാളുണ്ടാക്കിയ ചീരാണേ. ആ വണ്ടിയിൽ മണി കയറിയോ? താമിന്റെ അല്ലതേ നീ ആ സാധിക്കിനോട് പറയട്ടാ, അല്ലെങ്കിൽ ആ പൊട്ടം പോയിക്കാണ്ട് വെട്ടും. എത്തുമ്പോ മോന് കാട്ടിക്കുന്നത് എത്തിനും കോളേജിൽ നിന്ന് ഉപ്പാനെ വിളിച്ചത്? ഇച്ചറിയില്ല പൊണ്ണുവാ, എന്തൊക്കെ കുലുമാരാണ് ഇനിയിപ്പോ ആ ചെറുക്ക അവിടെ കാത്തി കുട്ടിക്കുന്നത്. ഇല്ലാത്ത പൈസ മുഴുവനും ഉണ്ടാക്കിയിട്ടാണ് വാപ്പ അവിടെ കൊണ്ടുപോയി ചേർത്തത്. എന്തൊക്കെയാണ് അവൻ എനിക്കറിയില്ല. നമുക്ക് ഓനെ ഇവിടെ തന്നെ ചേർത്തിയാ മതിയായിരുന്നു. നല്ല കോളേജാണിട്ടല്ലേ ഇപ്പൊ അവിടെ കൊണ്ടുപോയി ചേർത്തത്. എത്താ പൊണ്ണു ഇനി കാട്ട, അതൊക്കെ നമ്മളെ വിധി. എല്ലാവരും എത്തപ്പ പറയാന്. ഓരോരോ കട്ടക്കാരൻ പൊടിച്ച ഓരോരോ നേരാണ് ഇപ്പൊ. അപ്പൊ അരീക്കണ്ട എത്തട്ടെ. എനിക്കൊക്കെ സൗകര്യം കൂടിയാതെ എനിക്ക് പറ്റിയ കുഴപ്പം എല്ലാത്തിനും. ആ ഇപ്പൊ നോക്കും. എന്താ എന്റെ മോനെ മോനു ഇഞ്ചി എന്താ ഈ കാട്ടി കൂട്ടിക്കളി? എന്തൊക്കെയാണ് നീ കേക്കണത്? അന്ന് പഠിപ്പിച്ചാ പറഞ്ഞേച്ചാലും മോനോ ഈ മനുഷ്യനെ കൊണ്ട് പറയിപ്പിച്ചാണ്. നിങ്ങൾ നോക്കല്ലേ എന്ത് കൂസലുണ്ടാക്കുവാനെ. ഈ പൈസ കൊണ്ട് കേടെടുത്തിക്കാണ്ടവനെ കൊഞ്ചിച്ച് വസലായിക്കോ. കണ്ണ പറഞ്ഞാ മതി. മോനെ ഒന്ന് കൊടുക്കാൻ വേണ്ടി അവനെ. മോനോ എന്താ ഉണ്ടായത്? ഇതൊന്നും ഉമ്മാടൊന്ന് പറഞ്ഞു തരുമോ? അതിന് നല്ലൊരു വഴിക്ക് എത്തിക്കൂടെ ചെയ്യണം. ഇപ്പൊ ഈ അവിടുന്ന് പറഞ്ഞൊക്കെ കടം വാങ്ങിക്കണം. അന്നെ അവിടെ നല്ലൊരു കോളേജ് കൊണ്ട് ചേർത്തത്. ഇപ്പൊ എന്തൊക്കെയാണ് ഈ പറഞ്ഞു കേക്കണത്? എന്റെ മോൻ എന്താ കുട്ടികളോട് കോളേജൊക്കെ പറഞ്ഞിട്ടുണ്ട് അറിയോ? ഓൻ ബിസിനസ്സുകാരന്റെ മോനാണല്ലോ, കൂലിപ്പണിക്കാരന്റെ കുട്ടിയൊന്നുമല്ല. അതിലെ അവൻ അറിഞ്ഞീന്റെ അവിടെ. ഓൻ എന്താ വേണ്ടത് അറിയിച്ച് ഓനെ കൊടുക്കലുണ്ടെന്ന് ഓനെ. ഇവിടെയൊക്കെ തന്നെയാണല്ലോ പറഞ്ഞത്. വരാം ഇതൊക്കെയാണ്. ആ കറുത്ത തോന്നും ഇതന്നെയാണ് വരാ. ആ വാബുട്ടെ ഇജ്ജവിടെ പേപ്പറും വായിച്ചിരിക്ക. ഞാൻ എന്റെ പെര കണ്ടുപിടിച്ച കൊറേ കേട്ടോ. ആ പണ്ടെങ്ങാണ്ട് വന്നേലും ഇങ്ങട്ട്. ആ നിങ്ങളിപ്പോ ആളെ മനസ്സിലായില്ലല്ലോ. ഞാൻ ഇസ്മായിലേ താഴത്തോർത്തേ. ആ നിങ്ങളിപ്പോ കണ്ടണല്ലോ. എന്താ പ്രത്യേകിച്ച്? വാബുട്ടിന്റെ കല്യാണൊക്കെ ശരിയായിന്ന് പറഞ്ഞിട്ടല്ലോ. ഞാൻ അതിനെ പറ്റി പറയാൻ വേണ്ടി പോന്നാണേ. നമ്മളെ മുജീബാക്കാന്റെ കെയർ ഓഫില് ഷെരീഫാക്കാന്റെ മോളാണ്. കണ്ടു പറ്റിയൊക്കെ പോണേ. അല്ല വാബുട്ടേച്ച് ശരിക്കും അന്വേഷിച്ചപ്പോ അതൊക്കെ അത് ഷെരീഫിന്റെ മാളാണല്ലോ. ഷെരീഫിനെ കുറിച്ച് ശരിക്കും എന്തെങ്കിലും അന്വേഷിച്ചോ? ഓ ഒരു ചേടയാണെന്ന് എല്ലാവർക്കും അറിയണല്ലേ. ഒരു കല്യാണം ആകുമ്പോ നമ്മള് എന്തൊക്കെ അന്വേഷിക്കേണ്ടി വരും? പെരും തറവാടും കൂടിയും ബാപ്പിയും ഇമ്മയൊക്കെ അന്വേഷിക്കണ്ടേ? ഈ ഷെരീഫ് പറഞ്ഞ ആരാ? ഇത്രയും ഒരു കെടുമ്പുള്ള ഒരു വ്യക്തി വേറെ ഈ നാട്ടിലുണ്ടോ? ഒന്ന് അന്വേഷിച്ചുകൂടെ എനിക്ക് പറ്റിയ? എന്റെ ഒരു അഭിപ്രായം ഞാൻ പറയട്ടോ, എനിക്ക് കാണാൻ ചേരും ചൊറുക്കൊക്കെ ഉള്ള എത്രയും നല്ല നല്ല പെൺകുട്ടികളെ കിട്ടും. ഇതിനെ തന്നെ കെട്ടണപ്പ എനിക്ക് എന്റെ ഒരു അഭിപ്രായത്തിൽ അത് മാണ്ട. ഞാൻ അത് പറയാൻ തന്നെ ഇങ്ങോട്ട് വന്നുള്ളത്. അങ്ങനെയൊക്കെയാണോ? ആ നിങ്ങളിപ്പോ ഏതാ ഞമ്മക്ക് വേണ്ടി നല്ലൊരു കാര്യം പറയാണ്ട് തന്നെയല്ലേ. അതായത് ചായ കുടിച്ചിട്ട് പോവാ. ഇമ്മ അവിടെ അപ്പുറത്തവിടെയാണ്. ഞാൻ ഒന്നുകൊണ്ട് ഉമ്മാനെ വിളിച്ചോട്ടെ. ആയിക്കോട്ടെ. ഞങ്ങൾ പോയിട്ടാ ഇരിക്കി, എപ്പോ വരാം. അപ്പൊ നിങ്ങൾ ഫോണിൽ ആരും വിളിച്ചോ?
ആ മുജിവാക്ക, നമ്മളെ ഇസ്മായിലാറിന് ആള് വന്നിനി. നമ്മളെ ഷെരീഫാക്കാനും മോളെയും കുറെ കുറ്റൊക്കെ പറഞ്ഞു കല്യാണം മുടക്കാനേ. ആര്? ഇസ്മായില? അല്ല, അതിന്റെ പരിപാടി ഞാൻ പറഞ്ഞുതരാം. നല്ല ജേക്ക് കണ്ടറിൽ പിടിച്ചിട്ട് കൊടുക്കാൻ സാധിക്കും. കുഞ്ഞാപ്പൊക്കെ ഉണ്ടാവും അവിടെ, വരുന്നുണ്ട് വിളിച്ചോ. ഇനി ജാതി പരിപാടി ചെയ്യാൻ പാടില്ല, ഒരാളെ കല്യാണം മുടക്കുക അതൊന്നും. നന്നാക്കി രണ്ടാണ് കൊടുത്താൽ വിട്ടാളെ, അതിനുള്ള പണി. ഞാൻ പറഞ്ഞ് ഏൽപ്പിച്ച് സെറ്റാക്കിയ കല്യാണേ ഓമൊന്ന് മുടക്കേ, നല്ല നേരായി. ആയിക്കോട്ടെ എന്നാ, ഓക്കെ. ഇസ്മായിലാക്ക, ഉമ്മാനാളുകളും കാണാനില്ല. അമ്മായിന്റെ കൂടെ കൊടുക്കാൻ പോയാൻ തോന്നുന്നു. നമുക്ക് നിങ്ങൾ വരി, നമുക്ക് അവിടെ നല്ല ചായപ്പിടുണ്ട്, ചായ കുടിച്ചിട്ട് വരാം. ആ സാദിക്കാക്ക, ഇതാണ് നമ്മൾ പറഞ്ഞ ആള്. ഇത് നമ്മൾ അറിഞ്ഞ ആളാണല്ലോ. നീ ഇത് തന്നെ ആര് കല്യാണം മുടക്കിയിട്ടും കാര്യമില്ല. ഇത് മുജിയാക്കാന്റെ കറഫേന്റെ കല്യാണം. ഇവിടെ എന്നാ കുറച്ച് പരിപാടി നമ്മൾ തമ്മില്. എന്താണ് ദിവസം കല്യാണം ശരീഫ, ആ മുജീബാക്ക, ഇങ്ങോട്ട് വരേ, ഇങ്ങോട്ട് കയറി. കാക്കുവാ, മുജീബാക്ക തന്നിക്കണ്. ചെക്കന് പിടിച്ച് വീട് കൊടുന്നു അല്ലേ? അതിന്റെ കഥ ഒന്നും പറയണ്ട മുജീബേ. ഓനവിടെ കുറച്ച് പൈസക്കാരെ ചെറുക്കൻ്റെ ഒപ്പം കൂടിക്കാണ്ടേ കുതിരളിയും കാര്യങ്ങൾ തന്നെയാണ്. അതിനിപ്പോ കോളേജിൽ നിന്ന് പുറത്താക്കിയതാ. ഞാൻ ഇപ്പൊ ഏതായാലും ഇനിയിപ്പോ ഓനെ ഇവിടെ ഇതിലും വെട്ടി ചേർക്കേണ്ടി വരും. പിന്നെ മറ്റേ ടീമാണ്. എന്നാ അതായിരിക്കും. ആ ഭാഗത്തുനിന്ന് ഈ പെട്ട ആളുകൾ ആരൊക്കെ ഒന്ന് രണ്ട് ആളുകളൊക്കെ പൊക്കി എന്നൊക്കെ പറഞ്ഞേക്കാണ്ടേ ഞാൻ അറിഞ്ഞു. അതൊക്കെ ഉണ്ടായിക്കണല്ലേ? ആ വാപ്പിട്ടിന്റെ പറഞ്ഞ കേസില്ല, അത് നമുക്ക് പിന്നെ ഒരു ഓൽക്കെല്ലാവർക്കും പറ്റിയിക്കണു, ഉമ്മക്കും ഓൽക്കെല്ലാവർക്കും പറ്റിയിക്കണു. അപ്പൊ നമ്മളിപ്പോ അതിനൊരു ഡേറ്റ് കണ്ടെത്തേണ്ടി വരും. അത് ഇജും റസീലും കൂടി കൂടിയിട്ട് ആലോചിച്ചിട്ടൊന്ന് എന്നോട് പറയാം. ആയിക്കോട്ടെ, പിന്നെ അങ്ങനെ ചെയ്യല്ലേ, ഒരു ഡേറ്റ് കാണാൻ നോക്കാം. ആയിക്കോട്ടെ. നമ്മക്കേ മുജീബാക്ക, നിങ്ങൾ ഏതായാലും നിങ്ങളെ പരിചയത്തിന് ആയതുകൊണ്ട് ഞമ്മക്കൊരു സമാധാനമായി, ഏതായാലും നല്ല റാഹത്തായി അല്ല ആക്കുവ. ഞാൻ അറിഞ്ഞാണ് ആ അൽബിയൊക്കെ വിളിച്ചിരുന്നു. ബസീറാക്കാൻ എന്താ കാര്യം സംസാരിക്കാനാണ് അറിഞ്ഞത്. അപ്പൊ തുണികുപ്പായൊക്കെ ഒന്ന് മാറ്റിക്കാണ്ടേ അങ്ങോട്ട് വാ. ഞാൻ എന്റെ തുണികുപ്പായൊക്കെ മാറ്റി കുളിച്ചിക്കാണ്ടൊക്കെ എന്നാ പോയിട്ടോ. കാക്കും താത്തിനെ വന്നിക്കൊണ്ട് വാ. കാക്കാന്റെ വിവരങ്ങളെ കുറിച്ച് അറിഞ്ഞോ? ആ കാക്ക വന്നിട്ട് അൽബിയാണ് വിളിച്ചോ. ഓനക്ക് എന്തൊക്കെ തീരുമാനം പറയാണ്ടാവല്ലോ തന്നെ. ആ എന്താ പറഞ്ഞു? ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതെന്തോ ഒരു സ്വത്ത് വിവരം കാര്യങ്ങളും പറയാനാണോ എന്നൊരു സംശയം ഉണ്ടായി. അപ്പൊ വന്നിട്ട് നമ്മളടുത്തേക്ക് ഇതുവരെ ഒന്നും വന്നിട്ടൊന്നുമില്ലല്ലോ. ഇപ്പം അൽബി അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തെങ്കിലും തീരുമാനമാക്കാനോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, ചർച്ച ചെയ്യാനേക്കാരം. നമ്മള് ഇതിലെന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ തീരുമാനം എടുക്കണം, മനസ്സിലായോ? എന്നിട്ടാണ് പോയാൽ മതി. നിങ്ങളെ എടുത്തു ചാടാണ്ട് നിങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട. നിങ്ങളെ കാക്കാൻ നിങ്ങൾ രണ്ടാളും കൂടിയും പോയാണ്ട് എങ്ങനെയും കൊല്ലാൻ നോക്കി. അതപ്പോ നടക്കും. നല്ല പറഞ്ഞു പോയി. കാക്കാനെ കൊടുന്നാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ കാക്കക്ക് മാറിയില്ലേ, ഈ കുട്ടികളെ കാട്ടൂല്ല. നല്ലതിലേക്ക് പറഞ്ഞാണ്ട് എങ്ങനെയും കാക്കാനെ ഇവിടെ കൊണ്ടുവന്നാണ്. നമുക്കൊന്ന് പോയി വെക്കാം അൽബിന്റെ അടുക്കേ. എന്നിട്ട് പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോ ഈ പറഞ്ഞ മാതിരി എങ്ങനെയാണ് കൊണ്ടുവരാൻ നോക്കാം. നല്ലത് അതന്നെ നമുക്ക് നല്ലത്. നമുക്ക് പോയി വെക്കാം. മാളോ, എന്റെ ഷർട്ട് എടുത്ത് കൊടുത്താ. ഇപ്പൊ പടച്ചോള സഹായം കൊണ്ട് നിങ്ങൾക്കൊക്കെ സുഖമായി. ഇനിയിപ്പോ നിങ്ങളുടെ ഒരു ജീവിതമാർഗമാണ്. അപ്പൊ നിങ്ങളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇസ്മായിലും നാണിയും കൂടെ വന്നിരിക്കുന്നത്. അതിലിപ്പോ എന്താ നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായം അറിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള തീരുമാനത്തിൽ നമ്മൾ അതനുസരിച്ച് നമുക്കറിയാം. അതൊന്ന് പറയണം. ഇതുവരെ ഞാൻ ഇവരുടെ ഔദാര്യത്തിൽ ജീവിച്ചവരെ ജീവിച്ചുള്ളത് വരെ ഇനി എനിക്കും വേണ്ട ജീവിതം. അപ്പൊ അതിനു വേണ്ടിയിട്ട് എനിക്കെന്റെ വാപ്പാന്റെ മുതൽ കിട്ടണം.
അതെന്താ വെച്ചാൽ നിങ്ങൾ പറഞ്ഞ് തീരുമാനമാക്കുക. എനിക്കിതാ പറയാനുള്ളത്. ഇസ്മായിലേ, ഞാനേ ബഷീറൊക്കെ പറഞ്ഞപ്പോ കേട്ടല്ലോ. ഇനി ഇതിൽ നിങ്ങളെ അഭിപ്രായം എനിക്കറിയണം. അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം. ഇതിലത്തെ തീരുമാനം ഞങ്ങളെ കാരണവരാണല്ലോ, നമ്മളെ ചോര ഞങ്ങൾ കൊണ്ടുപോകും, ഞങ്ങൾ നോക്കും. എല്ലാ പന്തത്ത് പ്രത്യേകിച്ച് തീരുമാനിക്കുകയാണെങ്കിൽ ബഷീറൊക്കെ ഇപ്പൊ പറഞ്ഞത് കേട്ടില്ലേ? അവർക്ക് നിങ്ങളുടെ കൂടെ ഒന്ന് താമസിക്കാൻ ഇപ്പൊ ഇഷ്ടമില്ല. നിങ്ങളെ വാപ്പാക്ക് നിങ്ങൾ 3 ആൺമക്കളല്ലേ. അപ്പോ എല്ലാറ്റിലും പോലെ അയാൾക്കൊരു അവകാശമാണ്. അയാൾക്ക് ജീവിക്കാനുള്ള മാർഗം, ആ അവകാശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് അതിലെ നല്ലത്. സംഗതി അവരെന്താ അനിയന്മാർ തന്നെയാണ്. അവര് കുടുംബമായിട്ട് താമസിക്കുന്ന ആളുകളാ. ഞാൻ ഇനി അവർക്കൊരു ബാധ്യതയാവാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ജീവിക്കണം. അതിന് എന്റെ വാപ്പാന്റെ മുതൽ എന്താ വെച്ചാല് എനിക്ക് അർഹതപ്പെട്ടത് തരാനുള്ള സംസാരം ഞങ്ങൾ പറയാം. അതെനിക്ക് പറയാനുള്ളൂ. അതുകാക്ക, എനിക്ക് ഇന്ത്യയിലായ ഒരു അഭിപ്രായം നിങ്ങളോട് പറയാനുണ്ട്. എന്താ വെച്ചാൽ നമ്മളെ വസ്ത്രാക്കാക്കെ ഏറെക്കുറൊക്കെ നോർമലായി. ഇനിയിപ്പോ അയാൾക്ക് ആവശ്യം എന്താ വെച്ചാൽ ഒരു ജീവിതമാർഗമാണ്. അയാൾ പറഞ്ഞാമായിരിക്കെ അതിനിപ്പോ അയാൾക്ക് വരുമാനമായിട്ട് ഒന്നുമില്ലല്ലോ. അപ്പൊ അതിനാ ക്വാർട്ടേഴ്സ് നിൽക്കേണ്ടത് അയാൾക്ക് എന്തെങ്കിലും ഇവരോട് പറഞ്ഞിട്ട്, ഇസ്മായിലിനോടും നാളിനോടും പറഞ്ഞിട്ട് എന്താ വെച്ചാൽ ചെയ്തു കൊടുക്കുക. ഇസ്മായിലായാലും നാണി ആയാലും ഓരൊക്കെ ഓരോ വ്യാപാര രീതിയിൽ പേരാക്കി. അപ്പൊ അതിനെന്തെങ്കിലും ഒരു നല്ലൊരു തീരുമാനം നിങ്ങൾ പറയും. മുജീബേ, ഇജിപ്പോ പറഞ്ഞത് കാര്യമാണ്. ബഷീറിനിപ്പോ പ്രത്യേകിച്ചൊരു വരുമാന മാർഗമൊന്നുമില്ല. ഇപ്പോ ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഇതിനകത്തുള്ളത് ആ ക്വാർട്ടേഴ്സ് തന്നെ. അപ്പൊ അയാളുടെ ജീവിതത്തിന് അതൊരു മാർഗമായി മാറും. മറ്റുള്ള വരുമാന മാർഗങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത് നല്ല അഭിപ്രായം എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താ? ക്വാർട്ടേഴ്സിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് ഇസ്മായിലാക്കാണ്. അതിപ്പോ കാക്ക നമ്മള് ബസീറാക്കാൻ കൊടുത്താലോ? എന്താ അഭിപ്രായം? അതൊന്നും കുഴപ്പമില്ല. ക്വാർട്ടേഴ്സൊക്കെ ബഷീറാക്ക കൊടുക്കാലോ. എന്റെ കാരണവരല്ലേ, അതൊന്നും പ്രശ്നമല്ല. ബഷീറാക്ക നിങ്ങൾ പോരി, നമ്മളെപ്പോഴും പോരി. അതപ്പൊ നല്ലത്. എന്നുവെച്ചാല് ഇതിന്റെ പിന്നിലൊക്കെ വേറെ ചില ആൾക്കാരുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഓരെക്കൊണ്ട് ഏതായാലും ഞാൻ അത് മുന്നിപ്പിച്ചൂല. മനസ്സിലായില്ലേ? അല്ലേ കാണേ? നിങ്ങൾ പോരി ബഷീറാക്ക, നമുക്ക് പോകാം കേട്ടോ. അൽബേട്ടാ, ഉസ്മായിൽ ഇപ്പൊ ആരെ പറ്റിയാ പറയേണ്ടത്, എന്താ ഉദ്ദേശിക്കുന്നുണ്ടോന്നൊക്കെ ഇപ്പൊ എനിക്ക് മനസ്സിലായിക്കണം. നമ്മളും ചോറ് തന്നെയാണല്ലോ വെച്ചിണ്ടത്. പിന്നെ ബഷീറാക്കാൻ നമ്മൾ കൊണ്ടുപോയത് ചികിത്സിപ്പിച്ചതൊക്കെ ഞാനും മുജീബാക്കി നിങ്ങളൊക്കെ ചെയ്തത് മനുഷ്യത്തിന്റെ പേരിലാണ്. അല്ലാതെ ഇയാളെ മുതലും സ്വത്തും കണ്ടിട്ടൊന്നല്ല. അതൊന്നും ചിലപ്പോ ഉസ്മായിൽ പറഞ്ഞാൽ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഞാനൊക്കെ അന്തസ്സായിട്ട് പണിയെടുത്തുകൊണ്ട് തന്നെയാണ് ജീവിക്കേണ്ടത്. അതിൽ നമ്മളെ സന്തുഷ്ടനുമാണ്. അൽഹംദുലില്ലാ. നമുക്ക് ആരും മുതലൊന്നും നക്കിയിട്ടൊന്നും ശീലമില്ല. നമുക്കത് വേണ്ടേ? ഇവര് പറഞ്ഞ മാതിരി ഇവരിന്റെ കൂടപ്പുറപ്പ് തന്നെയാണ്. പക്ഷെ ഇന്നെ നോക്കിയതും ഇതുവരെ എന്നെ കൊണ്ട് ചികിത്സിച്ചതൊക്കെ എന്റെ സുഹൃത്തുക്കളാണ്. നിങ്ങൾക്ക് അറിയാലോ. ഞാൻ ഏതായാലും തൽക്കാലം ഇവരിപ്പം ഉദ്ദേശിക്കുന്നില്ല. ചില സമയങ്ങളിൽ കുടുംബ ബന്ധങ്ങളെക്കാളും കൂടുതൽ സ്നേഹബന്ധത്തിലാണ് വരാന്ന് എനിക്കിപ്പോ മനസ്സിലായി കേട്ടോ. ഞാൻ ഇവരൊപ്പം പോകാൻ തീരുമാനിച്ചത്. എന്നായിക്കോട്ടെ, ഞങ്ങൾ അറിഞ്ഞ കേട്ടോ. ആയിക്കോട്ടെ.